ശലഭം പാർട്ട് 26. നീലി എപ്പോഴോ കണ്ണുകൾ തുറക്കുമ്പോൾ മുമ്പിൽ സ്നേഹയും ഹരിയും നിൽപ്പുണ്ട്. അവരെ കണ്ടപ്പോഴാണ് കഴിഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഒരു സൈഡിൽ സഞ്ജുവും കുട്ടേട്ടനും ഗൗരവത്തിൽ നിൽപ്പുണ്ട്. അവരെ എല്ലാം കണ്ടതും അവൾ പെട്ടെന്ന് ചാടി എണീറ്റു. അവൾ ചുറ്റും നോക്കി. അമ്പലത്തിന്റെ ഒഴിഞ്ഞൊരിടത്തായിരുന്നു അവർ. ആ അമ്പലത്തിണയിൽ നിന്നും അവൾ എണീറ്റു. നീലി, എന്താ ഈ കാണിച്ചത്? നിനക്കിത് എന്താ പറ്റിയേ? അത് കേട്ടതും അവൾ തല താഴ്ത്തി നിന്നു. എന്തിനാ കുളത്തിലേക്ക് നിനക്ക് നീന്താൻ അറിയാത്തത് കൊണ്ടും എടുത്തു ചാടിയത്? കുട്ടേട്ടൻ ഗൗരവത്തിൽ ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാമല്ലോ. ഹരി സമാധാനത്തോടെ തന്നെ അവളെ നോക്കി. ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല മഴയും കാറ്റും വന്നപ്പോൾ നീ തനിച്ച് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. നിന്നെ കൊണ്ടുവരാൻ വിട്ടതാണ് നിന്റെ മുത്തശ്ശൻ. ഞാനും സഞ്ജുവും അവിടെ എല്ലായിടത്തും ആ മയിൽ നിന്നെ നോക്കുമ്പോഴാണ് കുളത്തിന്റെ അവിടേക്ക് വരുമ്പോൾ നിന്റെ എടുത്തുചാട്ടം. കുട്ടേട്ടൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. ഇവർ പെട്ടെന്ന് കണ്ട് എന്നെ വിളിച്ചോണ്ട് കുറച്ച് വെള്ളം കുടിച്ചുവെങ്കിലും വേറെ പ്രശ്നമൊന്നും വന്നില്ല. ഹരിയും അത് പറഞ്ഞു. എന്താ നിനക്ക് പറ്റിയേ? ശ്രീകാന്ത് മിണ്ടാത്തതിന്റെ സങ്കടമാണോ? അവന് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോ എന്തെങ്കിലും തിരക്ക് കാണും. സഞ്ജു അവളെ സമാധാനപ്പെടുത്താനായി പറഞ്ഞു. നീ ഈ കാണിച്ചത് എന്താണെന്നറിയോ? നീ ഞങ്ങളെയും വീട്ടുകാരെയും കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇതറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ആ കുളത്തിൽ നിന്നും ഒരു ജീവൻ നഷ്ടമായതിന്റെ പേരിലാണ് ശ്രീകാന്ത് ഇപ്പോഴും എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുന്നത്. ഹരി പറയുന്നതെല്ലാം കേട്ടിട്ടും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. നീലി മോളെ, എന്താ ഇത്? കുറച്ച് ദിവസം കഴിഞ്ഞാൽ കല്യാണമല്ലേ? ശ്രീകാന്ത് ചേട്ടൻ എന്തെങ്കിലും തിരക്കിലായതുകൊണ്ടാവില്ലേ? എന്താ നിനക്ക് പറ്റിയത്? സ്നേഹ അവളുടെ അടുത്തിരുന്നു. തലയെ തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ പെട്ടെന്ന് സ്നേഹയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി. നീലി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറ മോളെ. കുട്ടേട്ടനായിരുന്നോ അത് പറഞ്ഞത്? ഞങ്ങളെല്ലാം നിന്റെ സഹോദരന്മാരാണ്. നിന്റെ എന്ത് വിഷമവും ഈ ചേട്ടന്മാരോട് നിനക്ക് പറയാലോ. എന്താ പ്രശ്നം നീലി? ഹരി പറയുന്നത് കേട്ട് അവൾ നിറമീയോടെ അവരെ എല്ലാം ഒന്ന് നോക്കി. കുട്ടൻ അവന്റെ ഫോൺ എടുത്ത് അതിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി അവൾക്ക് നേരെ നൽകിയതും അവൾ അതിലേക്ക് കണ്ണീരോടെ നോക്കി. അവൾക്ക് ഒന്നും എഴുതാൻ കഴിയുന്നില്ലായിരുന്നു. എനിക്ക് ഒന്നുമില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി. എന്തോ ചിന്തിച്ചു കൂട്ടിയപ്പോൾ അറിയാതെ ചെയ്തു പോയതാ. ഇനി ഇങ്ങനെ ചെയ്യില്ല. അത്രയും എഴുതി നീലി അവർക്ക് നേരെ നൽകിയതും അവരെല്ലാം പരസ്പരം നോക്കി. നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറ നീലി. നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? സഞ്ജു അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല, പഴയ പലതും ആലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടമായി. ഞാൻ ഒരുപാട് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയതാണ് പ്രശ്നം. ഞാൻ തനിച്ചായ പോലെ ഒന്ന് തോന്നിയപ്പോൾ അറിയാതെ ചെയ്തതാണ്. അവൾ വീണ്ടും ഇങ്ങനെ എഴുതിയപ്പോ ഞാനിത് വിശ്വസിച്ചു എന്ന് നീ വിചാരിച്ചു വെക്കരുത്. എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ആരോടെങ്കിലും നീയൊന്ന് പറയണം. എല്ലാം ഉള്ളിൽ കൊണ്ട് നടന്ന് സ്വയം വേദനിക്കരുത്. ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ നിൽക്കരുത്. തനിച്ചായി എന്ന് തോന്നിയ പിന്നെ എന്തിനാ ഞങ്ങളെല്ലാം? കുട്ടേട്ടന്റെ സംസാരം കേട്ട് നീലി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് നിന്നു. എവിടെയായിരുന്നു? എന്താ ഇത്ര വേഗിയേ? നീലി വീട്ടിലേക്ക് വന്നു കയറിയ ഉടനെ മുത്തശ്ശി ചോദിച്ചു. മഴയായിരുന്നില്ലേ? അതൊന്ന് പെയ്ത് തീരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നീലി അവിടെ. ഞങ്ങൾ അവിടെ തറവാട്ടിലൊന്ന് പോയിട്ടാ വന്നേ. കുട്ടനായിരുന്നു അതിന് മറുപടി നൽകിയത്. എന്നാ വാ മോനെ, ചായ കുടിച്ചിട്ട് പോകാം. മുത്തശ്ശി അവനെ അകത്തേക്ക് വിളിച്ചതും അയ്യോ വേണ്ട മുത്തശ്ശി, കുറച്ച് തിരക്കുണ്ട്. ചെറിയ മുത്തശ്ശന്റെ കൂടെ കല്യാണം പറയാൻ പോകാനുണ്ട്. എന്ന മോന് പോയി വാ. നീലി ഒന്നും മിണ്ടാതെ നേരെ മുറിയിൽ പോയി കിടന്നു. അപ്പോഴും ആ കണ്ണുകൾ നിറയുകയായിരുന്നു. ശ്രീകാന്ത് രാവിലെ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി. കല്യാണം അടുത്തത് കൊണ്ട് വീട്ടിൽ അമ്മായിമാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. അവൻ കാറിന്റെ അവിടെ വന്നു നിന്നു. നീലി വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു. ഇതെല്ലാം അവിടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന സഞ്ജുവും കുട്ടേട്ടനും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഒരുപാട് നേരം നോക്കി നിന്നിട്ടും അവൾ വരുന്നില്ലെന്ന് കണ്ട് അവൻ വാഹനത്തിലേക്ക് കയറാൻ നിന്നതും ശ്രീ, നീയൊന്നവിടെ നിന്നേ. അത് കേട്ടതും ശ്രീകാന്ത് എന്താ എന്ന പോലെ തിരിഞ്ഞു നോക്കി. കുട്ടനും സഞ്ജുവും അങ്ങോട്ട് വന്നു. നീ നീലിയെ അല്ലേ നോക്കിയത്? അവനൊന്ന് അമർത്തി മൂളി.
നീ കുറച്ച് ദിവസമായി അവളോട് മിണ്ടാനും സംസാരിക്കാനും കൂട്ടാക്കുന്നില്ലെന്ന് ഞങ്ങൾ കണ്ടല്ലോ. എന്താടാ ഈ കല്യാണം അടുത്ത ടൈം ഒരു അകൽച്ച? കുട്ടിൻ്റെ സംസാരം കേട്ടിട്ടും ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. ഇന്നലെ ഒരു സംഭവമുണ്ടായി, നീ അറിഞ്ഞു കാണില്ല. സഞ്ജു അത് പറഞ്ഞതും ശ്രീകാന്ത് എന്താ എന്ന പോലെ അവരെ നോക്കി. നീലി ഇന്നലെ ഒന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു. നല്ല ഗൗരവത്തിലാണ് കുട്ടേട്ടനത് പറഞ്ഞതെങ്കിലും എന്ത്? ശ്രീകാന്ത് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, കുളത്തിലേക്ക് എടുത്തു ചാടി. ഭാഗ്യം കൊണ്ട് ഞങ്ങൾ കണ്ടു, ഇല്ലെങ്കിലേ ഒന്നും പറയണ്ടല്ലോ. സഞ്ജുവിന്റെ സംസാരം കേട്ടതും പണ്ട് അതേ കുളത്തിൽ നടന്ന ഒരു സംഭവം അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. വെള്ള പുതച്ച ഒരു മൃതദേഹം അവന്റെ ഉള്ളിൽ തെളിഞ്ഞതും അവന് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലെ അനുഭവപ്പെട്ടു. എന്താടാ, എന്തു പറ്റി? ശ്രീ ഒന്നുമില്ലെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ശ്വാസം തടസ്സം വന്നിരുന്നു. എന്താടാ എന്താടാ? അവൻ പെട്ടെന്ന് അവന്റെ നെഞ്ചിലൊന്ന് തടവി കൊടുത്തു. അപ്പോഴേക്കും ഇത് കണ്ട് അവന്റെ അമ്മ ഓടി വന്നു. എന്താടാ, എന്തു പറ്റി? എന്താ എന്റെ കുഞ്ഞിന്? അവനെ ഒന്ന് സുഖമായി എന്ന് തോന്നിയതും പെട്ടെന്ന് അവൻ അകത്തേക്ക് പോയി. ഇവൻ എന്താ മക്കളെ ഇങ്ങനെ ഒന്നും പറയാനും മിണ്ടാനും അവന് കിട്ടാറേയില്ല. ശ്രീകാന്തിന്റെ അമ്മയുടെ സംസാരം കേട്ട് സഞ്ജുവിനും കുട്ടനും അതിന് മറുപടി ഒന്നുമില്ലാതെ പരസ്പരം നോക്കി നിന്നു. ആരുടെയോ കൈ മുഖത്ത് പതിയുമ്പോഴാണ് നീലി ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ ശ്രീകാന്ത് ഉണ്ട്. അവനെ കണ്ടതും അവൾ ചാടി എണീറ്റു. നല്ല പനിയുണ്ടല്ലോ, സങ്കടത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലൊന്ന് പിടിച്ചതും നീലി ദേഷ്യത്തിൽ അവന്റെ കൈ തട്ടിമാറ്റി. അത് കണ്ടതും അവനൊരു വേദനയോടെ അവളെ നോക്കി. അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു പിടിച്ചു. നീ ഇന്നലെ എന്ത് പണിയാ നീലി കാണിച്ചത്? എന്തിനാണ് കുളത്തിലേക്ക് ചാടിയത്? ശ്രീകാന്ത് വേദനയോടെ ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ടതും നീലി, ഞാനൊന്ന് പറയട്ടെ, നീയൊന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്ക്. അപ്പോഴേക്കും നീലി കൈ ഉയർത്തി അത് തടഞ്ഞു നിർത്തി. ദേഷ്യത്തിൽ ബെഡിൽ നിന്നും ഇറങ്ങി ഒരു പേപ്പർ എടുത്ത് ദേഷ്യത്തിൽ അതിലെഴുതി. ഞാൻ ആംഗ്യം കാണിച്ചാൽ ഒന്നും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എഴുതുന്നത്. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരുമോ? ഇയാൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുകയാണ്. എനിക്ക് എന്തുണ്ടായാലും ഞാൻ മരിച്ചാലും എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. നിങ്ങളെ വിശ്വസിച്ചത് എൻ്റെ തെറ്റ്. ഇവിടെയുള്ളവരുടെ മുഖത്തെ സന്തോഷമെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? എല്ലാം ഒറ്റ വാക്കിൽ അവസാനിക്കാൻ പോകുകയാണെന്ന് എനിക്കറിയാം. ഇനി ഇങ്ങോട്ട് വരരുത്. അതും പറഞ്ഞ് ആ പേപ്പർ ദേഷ്യത്തിൽ അവന് നേരെ വലിച്ചെറിഞ്ഞു. അവനത് വായിച്ച് വേദനയോടെ അവളെ ഒന്ന് നോക്കി. അവൾ മുഖം തിരിച്ചു നിന്നു. ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു. മുത്തശ്ശി അവനെ പുറകിൽ നിന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതൊന്നും കേൾക്കുന്നേയില്ലായിരുന്നു. അവൻ പോയതും നീലി സങ്കടത്തോടെ നിലത്തേക്കിരുന്നു. അവൾ വേദനയോടെ പൊട്ടിക്കരഞ്ഞു. ശ്രീകാന്ത് ആ വീടൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുമ്പോൾ കണ്ണുകൾ നിറയുന്നത് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൻ തുടച്ചു മാറ്റി. നിന്നോട് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം നീലി, എന്നോട് ക്ഷമിക്കു നീ. അവളോടൊപ്പമുള്ള ഒരുപാട് നല്ല ദിവസങ്ങൾ അവനിൽ കടന്നുപോയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് അവൻ നീലിയെ ആദ്യമായി കണ്ടത് ആലോചിക്കുന്നത്. അമ്പലത്തിൽ നിന്നും പ്രസാദം വാങ്ങി നടന്നു വരുമ്പോഴാണ് ഒരു ധാവണിയെടുത്ത് ചിരിയോടെ നടന്നു വരുന്ന നീലിയെ ശ്രീകാന്ത് ആദ്യമായി കാണുന്നത്. പാറി പറക്കുന്ന മുടികളും പുഞ്ചിരിയോടെയുള്ള വരവും കണ്ട് അവനൊരു നിമിഷം അങ്ങനെ നോക്കി നിന്നു. ഭാമയെയും കൂടെ കണ്ടതും ആരെന്ന പോലെ അവൻ അവിടെ നിന്നും മാറി നിന്നു. അപ്പോഴും പുഞ്ചിരിയോടെ നടന്നു വരുന്ന അവളുടെ മുഖമായിരുന്നു അവൻ്റെ ഉള്ളിൽ. അവർ കുളം ലക്ഷ്യം വെച്ച് പോകുന്നത് കണ്ട് അവനും കുളത്തിൻ്റെ ഒരു സൈഡിൽ ആരും കാണാതെ മറഞ്ഞു നിന്ന് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ആ ആമ്പൽ പൂക്കളിലേക്ക് നീളുന്നത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ വെള്ളത്തിലേക്ക് ചാടി. ആമ്പൽ പൂക്കൾ പറിച്ചുകൊണ്ട് പതിയെ വെള്ളത്തിന്റെ അടിയിലൂടെ പോയി അവളുടെ കാലുകൾ വലിച്ചതും അവന്റെ കയ്യിൽ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന അവളുടെ കയ്യിൽ ആ ആമ്പൽ പൂക്കൾ നൽകി കരയിലേക്കാക്കി അവൻ അവിടെ നിന്നും മാറിപ്പോയി. വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൾ വലിയ മുത്തശ്ശന്റെ പേരക്കുട്ടിയാണെന്നും സംസാരശേഷി ഇല്ലെന്നെല്ലാം അവൻ അറിയുന്നത്. എന്നാലും ആ മനസ്സിൽ തട്ടിയ മുഖം അത് അവിടെ മായാതെ അതുപോലെ നിൽപ്പുണ്ടായിരുന്നു. കണ്ണീരിൻ്റെ ഇടയിലും പുഞ്ചിരിയോടെ അവൻ ഇതൊന്ന് ആലോചിച്ചു നിർത്തി. അവൾ എനിക്ക് വിധിച്ചതല്ല, എന്നെ ഒരുപാട് അവൾ സ്നേഹിച്ചാൽ വേദനിക്കുമോ എന്ന് ഭയം കൊണ്ട് അനിയത്തിയെ പോലെ കാണുന്നത് എന്ന് പറഞ്ഞു ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് എനിക്ക് കഴിയുന്നില്ല. അവൾക്ക് ആശ കൊടുത്തത് ഞാനാണ്. ഒരു സ്റ്റേജിൽ ഞാൻ രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിൽ ഞാൻ കൊടുത്ത വാക്ക്
നീലി, നീ ഇപ്പോൾ എന്നെ വെറുത്താലും പിന്നീട് ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല. ഒരുപാട് ചിന്തകൾ അവനിലൂടെ കടന്നുപോയി. തുടരും. ശ്രീകാന്തിൻ്റെയും നീലിയുടെയും കല്യാണം നടക്കുമോ എന്ന് തുടർന്ന് കാണാം.